സ്മാർട്ട് ഫോൺസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രീതിയിലുള്ള ഇന്നോവേഷൻസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോൾഡബിൾ ഫോൺസ് വന്നു കഴിഞ്ഞിരിക്കുന്നു, അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയുള്ള ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഒരുപാട് ഫാസ്റ്റ് ചാർജിങ്, വലിയ മെഗാ പിക്സലുള്ള ഫോണുകൾ, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഇന്നോവേഷൻ വരുന്നുണ്ട്. ഇന്നലെയാണ് വളരെ വ്യത്യസ്തമായ, വളരെ ഇന്നോവേറ്റീവായ ഒരു ഫോൺ LG ലോഞ്ച് ചെയ്തത്. ആ ഫോണിൻ്റെ പേരാണ് LG Wing. LGൻ്റെ സ്വന്തം എക്സ്പ്ലോറർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. സോ ഒരുപാട് രസകരമായ ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ എല്ലാം നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അനന്തൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. വളരെ വ്യത്യസ്തമായ ഒരു ഫോം ഫാക്ടർ ഉള്ള ഒരു ഫോൺ ആയതുകൊണ്ട് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പെസിഫിക്കേഷൻസിലേക്ക് ഒരുപാട് പോകുന്നില്ല. ഞാൻ ആ ഒരു ഷോർട്ടിൽ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞുതരാം. സോ ഡിസ്പ്ലേ നോക്കിയാൽ ഇവിടെയാണ് ശരിക്കും ഒരു വ്യത്യസ്തത വരുന്നത്. 2 ഡിസ്പ്ലേസ് ആണുള്ളത്. പക്ഷേ 2 ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെ ഫോൾഡബിളോ അല്ലെങ്കിൽ ഡ്യുവൽ ഡിസ്പ്ലേ അല്ല. മെയിൻ ഡിസ്പ്ലേ തന്നെ കറങ്ങി സ്വിവലായിട്ടാണ് നിങ്ങൾക്ക് അടിയിലുള്ള സെക്കൻഡറി ഡിസ്പ്ലേ കാണാൻ കഴിയുന്നത്. 2 ഡിസ്പ്ലേസും 60 ഹെർട്സ് ഉള്ള POLED ഡിസ്പ്ലേ ആണ്. മെയിൻ ഡിസ്പ്ലേ 6.8 ഇഞ്ചിൻ്റെ വലിയൊരു ഫുൾ HD പ്ലസ് POLED ഡിസ്പ്ലേ ആണ്. 20.5:9 ആണ് ആസ്പെക്ട് റേഷ്യോ. കർവ്ഡ് ഡിസ്പ്ലേ ആണ്. സെക്കൻഡറി ഡിസ്പ്ലേ കുറച്ചുകൂടി ചെറിയ ഡിസ്പ്ലേ ആണ്. 3.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ഉള്ള തന്നെ ഡിസ്പ്ലേ ആണ്. POLED ഡിസ്പ്ലേ തന്നെയാണ്. 60 ഹെർട്സിൻ്റെ ആണ്. 1.15:1 ആണ് ആസ്പെക്ട് റേഷ്യോ. ഈ ഫോണിലുള്ള മെയിൻ ഡിസ്പ്ലേ കംപ്ലീറ്റ് ഫുൾ വ്യൂ എക്സ്പീരിയൻസ് ഉള്ള ഡിസ്പ്ലേ ആണ്. സോ നോച്ചോ അങ്ങനെ പഞ്ച് ഹോൾ കട്ടൗട്ട് ഒന്നുമില്ല. കംപ്ലീറ്റ് വ്യൂ ആണ് കിട്ടുന്നത്. കാരണം ഇതിൽ സെൽഫി ക്യാമറ പോപ്പപ്പ് ആണ്. ഈ ഫോണിൻ്റെ ഡിസൈൻ നോക്കിയാൽ ബാക്കിൽ ഗ്ലാസ് ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഫോം ഫാക്ടർ, ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു മെക്കാനിസം നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ കാണുന്നുണ്ട്. ഈ സ്വിവൽ ഡിസ്പ്ലേൻ്റെ മെക്കാനിസം 10.9 mm ആണ് തിക്നെസ്. 260 ഗ്രാം ആണ് വെയിറ്റ്. 2 കളർ ഓപ്ഷൻസ് ആണ്, ഒറോറ ഗ്രേ പിന്നെ ഇല്യൂഷൻ സ്കൈ. ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 10 ആണ്. പിന്നെ സിംഗിൾ വേരിയൻ്റ് ആണ് തൽക്കാലമുള്ളത്. 8GB 128GB 256GBൻ്റെ ഒരു വേരിയൻ്റ് കൂടെ വന്നേക്കാം എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഈ ഫോണിൻ്റെ പ്രൊസസ്സർ നോക്കിയാൽ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 765G ആണ്. നമ്മൾ OnePlus നോഡിലൊക്കെ കണ്ട എക്സാക്ട്ലി സെയിം പ്രൊസസ്സറാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് മെയിൻ ക്യാമറ. സോ 64 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയുണ്ട്. 12 മെഗാ പിക്സലിൻ്റെ ബിഗ് പിക്സൽ, വലിയ പിക്സലുള്ള സെൻസറുള്ള അൾട്രാ വൈഡ് ഷൂട്ടറുണ്ട്. പിന്നെ ഒരു നോർമൽ 13 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ഷൂട്ടറാണ്. മാക്സിമം 4K at 60 FPS എടുക്കാൻ കഴിയും. സെൽഫി ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ പോപ്പപ്പ് സെൽഫി ക്യാമറയാണ്. 4000 mAh ആണ് ബാറ്ററി. 25 വാട്ടിൻ്റെ ആണ് ഫാസ്റ്റ് ചാർജർ. ഹെഡ്ഫോൺ ജാക്ക് എന്ന ഫീച്ചർ ഇല്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കിട്ടുന്നുണ്ട്. ഇതായിരുന്നു ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിൻ്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ നല്ല അടിപൊളി രസകരമായ ഫീച്ചേഴ്സ് ഒക്കെ കാണാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ സ്വിവൽ മെക്കാനിസം ഒന്ന് നോക്കാം. സോ ഈ ഫോണിൽ 2 ലെയേഴ്സ് ആണ് ഉള്ളത്. മേളത്തെ ലെയറിൽ കംപ്ലീറ്റ് ഡിസ്പ്ലേ ആണ്. 6.8 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേ ഉണ്ട്. താഴത്തെ ലെയറിൽ കംപ്ലീറ്റ് ഡിസ്പ്ലേ അല്ല. അതിൻ്റെ ആ ഒരു ലെയറിൻ്റെ അടിഭാഗത്ത് മാത്രമേ 3.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ടോപ്പിലുള്ള ലെയർ നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം ക്ലോക്ക് വൈസ്. സോ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മേളത്തെ ലെയർ പെർപെൻഡിക്കുലർ ആയിട്ട് വരും ബോട്ടം ലെയറിൻ്റെ. സോ ഇതാണ് ബേസിക്കലി ഈ ഫോണിൻ്റെ കോൺസെപ്റ്റ്. ഈ സ്വിവൽ മെക്കാനിസം വർക്ക് ചെയ്യാൻ വേണ്ടി 3 കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് ഡ്യുവൽ സ്പ്രിംഗ്, പിന്നെ ഡ്യുവൽ ലോക്ക്, പിന്നെ ഹൈഡ്രോളിക് ഡാംപർ. ഈ ഫോണിൻ്റെ മേളത്തെ ലെയർ റൊട്ടേറ്റ് ചെയ്യുമ്പം ഒന്ന് ഇവിടെ നോർമൽ പൊസിഷനിൽ ലോക്ക് ഉണ്ട്. പിന്നെ എന്നിട്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് പെർപെൻഡിക്കുലർ പൊസിഷനിൽ മറ്റൊരു ലോക്ക് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഡ്യുവൽ ലോക്ക് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഡ്യുവൽ സ്പ്രിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. സോ 2 സ്പ്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഒരു സ്മൂത്ത് ഫ്ലോ കിട്ടാൻ വേണ്ടി, ഭയങ്കര ഒറ്റയടിക്ക് കറങ്ങി പോകാതിരിക്കാൻ വേണ്ടി, ഒരു സ്മൂത്ത് റൊട്ടേഷൻ കിട്ടാൻ വേണ്ടി ഒരു ഡ്യുവൽ സ്പ്രിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എത്തുമ്പോൾ, ഈ റൊട്ടേഷൻ്റെ അവസാനം എത്തുമ്പോഴേക്കും ഒരു സോഫ്റ്റ് സ്മൂത്ത് ഫ്ലോ കിട്ടാൻ വേണ്ടി ഹൈഡ്രോളിക് ഡാംപർ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു സ്മാർട്ട് ഫോണിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെക്കാനിക്കൽ പാർട്ടുകളുണ്ട്. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ് സ്മാർട്ട് ഫോൺ. എന്നാലും ഒരുപാട് ഇപ്പം ഈ ഒരു ഫോണിൽ LG വിങ്ങിൽ നല്ല രീതിയിൽ മെക്കാനിക്കലായ പാർട്ടുകളുണ്ട്. ഈ ഒരു സ്പ്രിംഗ് ആയാലും പിന്നെ അല്ലെങ്കിൽ ലോക്ക് ആയാലും ഹൈഡ്രോളിക് ഡാംപർ ആയാലും. സോ ചെറിയൊരു സംശയം എല്ലാവരുടെ മനസ്സിൽ കാണും. പക്ഷേ LG പറയുന്നത് നമ്മൾ ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. കാരണം 2 ലക്ഷത്തിൽ കൂടുതൽ തവണയാണ് ഈ ഒരു സ്വിവൽ ആക്ഷൻ ഇവർ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്വിവൽ മെക്കാനിസം യാഥാർത്ഥ്യമാക്കിയതുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള പുതിയ ഫീച്ചേഴ്സ് നമുക്കിതിൽ കാണാൻ കഴിയുന്നുണ്ട്. സോ ഫസ്റ്റ് തന്നെയാണ് നമ്മൾ ഒരു ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് സ്വിവൽ മെക്കാനിസം റൊട്ടേറ്റ് ചെയ്താൽ, സ്വിവൽ മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്താൽ ഒരു ഡെഡിക്കേറ്റഡ് ആയ ഹോം സ്ക്രീൻ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഹോം സ്ക്രീൻ അല്ലെങ്കിൽ ഒരു OS നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു വലിയ സ്ക്രീൻ
സ്ക്രീനിൽ. അതായത് ഈ ഒരു സ്വിവൽ മോഡ് സപ്പോർട്ട് ചെയ്യുന്ന ആപ്പുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ നോർമൽ ഫോണായിട്ട് ആ ഒരു പോർട്രേറ്റ് മോഡിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഒരു സ്വിവൽ മെക്കാനിസം വരുന്നതുകൊണ്ട് നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡും പിന്നെ ഈ താഴത്തെ നമ്മുടെ സെക്കൻഡറി സ്ക്രീനിലുള്ള പോർട്രേറ്റ് മോഡും നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാൻ കഴിയും. സോ ഈ ഒരു പോസിബിലിറ്റി വരുന്നതുകൊണ്ടാണ് ഇത്രയും പല പല രീതിയിലുള്ള നമുക്ക് വെറൈറ്റി ഉള്ള ഫീച്ചേഴ്സ് കാണാൻ കഴിയുന്നത്. നമുക്ക് ഇനിയും കാണാം വേറെ ഏതൊക്കെ വെറൈറ്റി ഉള്ള ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫീച്ചർ വന്നതുകൊണ്ട് നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമ്മുടെ വീഡിയോയും അത് യൂട്യൂബ് ആയാലും മൂവീസ് ആയാലും എന്തായിക്കോട്ടെ നമുക്കത് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ആസ്വദിക്കാൻ കഴിയും. കാരണം പലപ്പോഴും നമ്മൾ ഫുൾ സ്ക്രീനിലൊക്കെ സിനിമ അല്ലെങ്കിൽ TV സീരീസ് അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജസ് വരും, ഫോൺ കോൾ വരും, ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്ന് നമ്മളെപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സോ ഇതൊന്നും സംഭവം വരില്ല. കാരണം നിങ്ങളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു മെയിൻ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷനോ ഫോൺ കോൾ ഒക്കെ വരുന്നത് അതിൻ്റെ സെക്കൻഡറി ഡിസ്പ്ലേയിലേക്ക് ഡയറക്റ്റ്ലി ആണ്. സോ വാട്സാപ്പ് ആയാലും മെസ്സഞ്ചർ ആയാലും എവിടെയെങ്കിലും ഒരു ചാറ്റ് വന്നാൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ സിനിമ വ്യൂയിങ് ഡിസ്റ്റർബ് ആവില്ല. സോ അത് കണ്ടോണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴത്തെ ഡിസ്പ്ലേയിൽ റിപ്ലൈ ഒക്കെ ചെയ്യാൻ കഴിയും. പ്ലസ് നിങ്ങൾ കാണുന്ന വീഡിയോൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും സൗണ്ട് കൂട്ടാനും അല്ലെങ്കിൽ ഫോർവേഡ് ബാക്ക്വേഡ് സ്കിപ്പ് എല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള ബട്ടൺസ് താഴത്തെ സെക്കൻഡറി ഡിസ്പ്ലേയിലുണ്ട്. സോ മൾട്ടി ടാസ്കിങ്, അതായത് ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ അതാണ് ബേസിക്കലി ഈ ഒരു LG വിങ്ങിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ്. ഈ ഒരു സ്വിവൽ മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു മെയിൻ ഡിസ്പ്ലേ എപ്പോഴും ലാൻഡ്സ്കേപ്പ് മോഡിൽ യൂസ് ചെയ്യണമെന്നില്ല, നമുക്കത് പോർട്രേറ്റ് മോഡിലും യൂസ് ചെയ്യാൻ കഴിയും. നമ്മൾ എപ്പോഴാണ് ഈ പോർട്രേറ്റിൽ യൂസ് ചെയ്യുന്നത്? നോർമലി മാപ്സ് ഒക്കെ നമ്മൾ മാപ്പ് തുറന്ന് വെക്കുമ്പോഴാണ് പോർട്രേറ്റിൽ യൂസ് ചെയ്യുന്നത് അല്ലേ. എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ കോൾ വന്നാൽ നമ്മൾ ഡിസ്റ്റർബ് ആകും. പക്ഷേ ഇതിൽ ആ ഒരു പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു മെയിൻ ഡിസ്പ്ലേ വെർട്ടിക്കലി ചെയ്ത് അതായത് പോർട്രേറ്റ് മോഡിൽ യൂസ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ആ ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ വേണമെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഫോൺ സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഈ ഒരു സ്വിവൽ മെക്കാനിസം ഉള്ളതുകൊണ്ട് നമ്മുടെ ഗാലറിയിൽ കയറുമ്പം നമുക്കതിങ്ങനെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഫുൾ വ്യൂവിൽ ആ ഒരു ഗാലറി കാണാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഗാലറി ശരിക്കും തുറന്നു വരുന്നത് താഴത്തെ ചെറിയ സ്ക്രീനിലായിരിക്കും. പക്ഷേ നിങ്ങൾ ഏത് ഫോട്ടോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഫോട്ടോ വലുതായിട്ട് കാണാൻ കഴിയും നിങ്ങൾക്ക്. സോ വളരെ ഒരു മൾട്ടി ടാസ്കിങ് എന്ന് പറയാം, ആ ഒരു ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ വീഡിയോസ് നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും, വീഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയും. സോ നോർമലി നമ്മൾ എഡിറ്റ് ചെയ്യുമ്പം എഡിറ്ററും വീഡിയോ ഒക്കെ ഒരേ സ്ക്രീനിലായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ഇൻബിൽട്ട് വീഡിയോ എഡിറ്റിംഗ് ആപ്പ് ഉണ്ട്. ആ ആപ്പ് വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്ന ഫംഗ്ഷൻസ് ഒക്കെ താഴെയും മെയിൻ വീഡിയോ മുകളിലായിട്ടാണ് വരുന്നത്. സോ അതും ഒരു വളരെ യൂസ്ഫുൾ ആയ ഫീച്ചറാണ്. നമ്മളൊരു നോർമൽ ഫോൺ എടുത്ത് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ നോക്കിയാൽ നമ്മൾ നോർമലി ഇങ്ങനെയാണ് പിടിക്കുന്നത്, ഇങ്ങനെ പിടിച്ച് നമ്മൾ പാൻ ചെയ്യുന്നുണ്ടല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു സ്വിവൽ മോഡ് ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ താഴെ വരുന്ന ഒരു ചെറിയ സ്ക്രീനുള്ള ആ സ്ക്രീൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രിപ്പായിട്ട് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകം ഗിംബിൾ മോഡിൻ്റെ ഫീച്ചർ LG ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ക്യാമറ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് സ്വിവൽ മോഡ് ആക്ടിവേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോൺ ഗിംബിൾ മോഡിലേക്ക് പോകും. ഈ ഒരു ഗിംബിൾ സെറ്റപ്പിൽ ഒരുപാട് മോഡുകളുണ്ട്. ഫസ്റ്റ് പേഴ്സൺ മോഡ്, പാൻ ഫോളോ മോഡ്, നോർമൽ ഫോളോ മോഡ്, ലോക്ക് മോഡ്. സോ ഒരുപാട് മോഡുകളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യാനൊക്കെ കഴിയും. ഗിംബിൾ നമ്മൾ ചെയ്യുന്ന അതേ രീതിയിലുള്ള ഒരു ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇതിലും കിട്ടുന്നുണ്ട്. പിന്നെ ഡ്യുവൽ ക്യാമറ ഫീച്ചർ ഉണ്ട്. അതിൻ്റെ അർത്ഥമാണ് ബാക്കിലുള്ള ക്യാമറ, സെൽഫി ക്യാമറ ഒരുമിച്ച് നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയും. സോ നിങ്ങളൊരു സംഭവം കാണിച്ചിട്ട് നിങ്ങളുടെ റിയാക്ഷൻ നിങ്ങൾക്ക് ഒരുമിച്ച് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി, PUBG, ഫ്രീ ഫയർ, ഫോർട്ട്നൈറ്റ് അല്ലെങ്കിൽ ഈ അസ്ഫാൾട്ട് പോലത്തെ ഗെയിംസ് കളിക്കുമ്പം ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ നല്ല ഡിസ്റ്റർബൻസ് ആണ്. സോ ഇതിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പം ആ ഒരു ചെറിയ സ്ക്രീനിലായിരിക്കും ഡയറക്റ്റ്ലി നോട്ടിഫിക്കേഷൻസ്, ഫോൺ കോൾസ് ഒക്കെ പോകാൻ പോകുന്നത്. സോ നിങ്ങളുടെ ഗെയിം ഒരിക്കലും പോസ് ചെയ്യേണ്ടി വരില്ല നിങ്ങൾക്ക്. സോ ശരിക്കും പറഞ്ഞാൽ സന്തോഷമാണെന്ന് തോന്നുന്നത്. കാരണം പൊതുവെ വരുന്ന ടെക്നോളജി അതിൻ്റെ മേളിൽ പണിയാതെ ഒരു വളരെ വ്യത്യസ്തമായ ഒരു ഫീച്ചറുമായിട്ടാണ് LG വന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് സ്മാർട്ട് ഫോൺസ് കാണാറുണ്ട്. നോർമലി സെയിം സ്മാർട്ട് ഫോൺസ് ആയിരിക്കും കാണാൻ, അതിൻ്റെ ഫോം ഫാക്ടറൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. സോ LG പറയുന്നതനുസരിച്ച് ഈ ഒരു ഫോൾഡിങ് ഫോൺസ് ഉണ്ടല്ലോ, ഫോൾഡിങ് ഫോൺസിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര വലിയ ഫോണായിപ്പം ഫോൺ നല്ല വീതി കൂടും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഫോം ഫാക്ടർ നല്ല വലുതായിരിക്കും. സോ അതൊക്കെ ഒഴിവാക്കി നമ്മൾ നോർമലി കാണുന്ന ഫോൺ തന്നെയാണ്, പക്ഷേ നമുക്ക് വേണമെങ്കിൽ മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ കഴിയും. ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് ഇതുവരെ LG ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നല്ല വില കൂടിയ ഫോൺ തന്നെ ആയിരിക്കും. നമ്മുടെ ഒരു ഗാലക്സി ഫോൾഡ് 2 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും മിക്കവാറും ഈ ഫോണിൻ്റെയും ഒരു പ്രൈസൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും ആ ഒരു കൺഫേംഡ് ഒഫീഷ്യൽ പ്രൈസ് ഇതുവരെ LG ഷെയർ ചെയ്തിട്ടില്ല. സോ ഡിസ്റ്റർബൻസ് ഇല്ലാത്ത അൺഇൻറ്ററപ്റ്റഡ് മീഡിയ കൺസംഷന് വേണ്ടിയുള്ള അല്ലെങ്കിൽ മീഡിയ കൺസംഷനെ മനസ്സിൽ വെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ഫോണാണ് LG വിങ്. ഇതൊരു ഫസ്റ്റ് പതിപ്പാണ്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് വെർഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഇനിയും ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കഴിയും, എനിക്ക് ഉറപ്പാണ്. എന്തായാലും വളരെ രസകരമായ ഒരു ഫോണാണ്, ഒരു ഇന്നോവേറ്റീവ് സ്മാർട്ട് ഫോണാണ് LG വിങ്. സോ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ കാണുന്നവരെ ദിസ് ഇസ് ഫിനിഷ് പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.